എല്ലാവർക്കും ആദ്യം തന്നെ ഒരു റിപ്പബ്ലിക് ഡേ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം, ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഈ ഒരു ന്യൂസ് കാണുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നൊരു ന്യൂസാണ് മണവാളൻ എന്ന് പറയുന്ന ചെറുക്കനെ പോലീസ് പിടിച്ച കാര്യം. അപ്പം മണവാളനെ പോലീസ് പിടിച്ചു. മണവാളന്റെ പ്രഹസനങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് പ്രഹസനങ്ങൾ സ്റ്റേഷനിൽ നിന്നിട്ട് യോ കാണിക്കുന്നു, ഹൈ കാണിക്കുന്നു, ഓയ് കാണിക്കുന്നു, എല്ലാം അങ്ങനത്തെ കുറെ കൂടത്തിൽ കയ്യം കാണിക്കുന്നു നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കാണിച്ചതിന് ശേഷമുള്ളൊരു കോമഡി എന്ന് പറഞ്ഞാൽ, പോലീസുകാർ പിടിച്ച് അവൻ്റെ മുടിയും അവൻ്റെ പപ്പും കൂടെയൊക്കെ അങ്ങ് പറിച്ചു. ഈ പപ്പും കൂടെയും പറിച്ചപ്പോൾ പറ്റിയെന്ന് പറഞ്ഞാൽ ചെറുക്കനങ്ങ് മാനസിക രോഗിയായിപ്പോയി. അവന് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇവനെ അറിയാത്ത കുറേ ആളുകളും ഉണ്ട്, അറിയാവുന്ന കുറച്ച് ആളുകളും ഉണ്ട്. അപ്പോൾ ഇവൻ്റെ മുടി ഉണ്ടെങ്കിൽ അവനെ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അളിയൻ ഇരിക്കുന്നത്. പക്ഷേ ഈ ഊളച്ചെറുക്കനെയൊക്കെ, ഇങ്ങനത്തെ ഊളത്തരം കാണിക്കുന്നവനെയൊക്കെ ഇതല്ല, ഇതിൻ്റെ അപ്രൂവ് ചെയ്യേണ്ടതാണ്. റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിയെ അവർ മുടി വെട്ടാതെ പിന്നെ ഇവനെ ഇപ്പോൾ ഈ കാട് പോലെ വളർത്തിക്കൊണ്ട് അതിനകത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ബാക്കിയുള്ള ആളുകൾക്ക് പ്രശ്നം വരുമല്ലോ. ഇവൻ്റെ തല എന്തെങ്കിലുമൊക്കെ ഇറങ്ങി കടിച്ചാലോ, അവിടെ കിടക്കുന്ന ആളുകൾക്കൊക്കെ പ്രശ്നമാവത്തില്ലേ? അപ്പോൾ അതുകൊണ്ടും പിന്നെ എല്ലാവർക്കും നിയമം ഒരുപോലെയുള്ളൂ. ഇവ യൂട്യൂബറായിട്ടൊരു ഊളയാണെന്നും അതേപോലെ ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ള കേസുകളിൽ വന്നവരാണെന്നും ഒന്നും ഇവരാരും നോക്കുകയൊന്നുമില്ല. എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണനയെ സ്റ്റേഷനിൽ കൊടുക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പോലീസുകാരുടെ മുന്നിൽ ചെന്നിട്ട് ഊളത്തരം കൂടി കാണിച്ചു കഴിഞ്ഞാൽ അവർ പിടിച്ചിട്ട് ചുമ്മാ നോക്കി ചിരിച്ചോളൊന്നും ഇരിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ചിരിച്ച് കാണിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പണി അവർ 8ന്റെ പണി കൊടുക്കുകയും ചെയ്യും. അതാണിപ്പോൾ മണവാളൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ മണവാളൻ്റെ അമ്മയും അച്ഛനും എല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മണവാളനെ അറിഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയതാണ്. മണവാളൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സ്റ്റേഷൻ്റെ മുന്നിൽ മണവാളൻ വീഡിയോ എടുത്തിട്ടില്ല. ഈ കണ്ട നമ്മളൊക്കെ പിന്നെ ഊളകളാണല്ലോ, എല്ലാവരും അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്. തലച്ചോറിന് വരെ ചരിച്ചോറുണ്ടായാലും ഇതൊക്കെ നമുക്ക് വിശ്വസിക്കായിരുന്നു അല്ലേ? മണവാളൻ്റെ കുടുംബം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ സബ് ജയിലിൻ്റെ മുന്നിൽ റീലൊന്നും ചിത്രീകരിച്ചിട്ടില്ല. പോലീസ് ബലം പ്രയോഗിച്ച് അവനെ അറസ്റ്റ് ചെയ്തതാണ്. കേസൊന്നും ഉള്ള കാര്യമൊന്നുമല്ല, ഉടായിപ്പാണ്. പിന്നെ അവന് ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാനസിക രോഗിയാക്കാൻ വേണ്ടി ബലം പ്രയോഗിച്ച് മുടി വെട്ടിയതാണ്. പിന്നെ അവന് ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മോന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതൊന്നും അല്ലല്ലോ. ഇനിയാണോ? 2 പയ്യന്മാരെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഈ പ്രതിയായ ഇവനെ അതിനകത്തിട്ടാണ്. ഇവർ കുറ്റവാളിയാണ്. അല്ലാണ്ട് ഇവൻ നന്മ ചെയ്തതിൻ്റെ പേരിൽ കേരള പോലീസ് എടുത്ത് അകത്തിട്ടൊന്നല്ല. ഇതിന് പോലീസിനോട് 100% കേരളത്തിലെ ജനങ്ങൾ യോജിക്കുന്നു. ഞാനടക്കം എല്ലാ ആളുകളും ഇതിനോട് യോജിക്കുന്നേ ഉള്ളൂ. കേരള പോലീസിൻ്റെ ഏറ്റവും മാന്യമായ, ഏറ്റവും നല്ലൊരു പരിപാടിയാണിത്. ഇവൻ്റെ ഈ മുടയും ഇവൻ്റെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ വല്ലതും പോലീസായിരുന്നെ അടിച്ചവനെ പല്ലപ്പോൾ താഴെ ഇട്ടേനെ. പിന്നെ സ്റ്റേഷൻ്റെ മുന്നിൽ കിടന്നിട്ട് തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇവനെ അംഗീകരിക്കുന്നത്? ഇവന് കുറേ ഊള ഫാൻസൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങ് പുറത്ത് സ്റ്റേഷനകത്ത് കയറിയ പോലീസിനെ അനുസരിച്ച്, അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ അനുസരിച്ച് അവിടെ കിടക്കാൻ പഠിക്കണം. അതല്ലാണ്ട് അവിടെ ചെന്നിട്ട് റീൽ ചെയ്യുക, അവിടെ ചെന്ന് കൈയും പോയി കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുള്ള കാര്യമൊന്നുമല്ല, വെറും ഊളത്തരം. അപ്പോൾ ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു പ്രസ്താവന നമുക്ക് കേട്ടോ, റിപ്പോർട്ടർ ചാനൽ കണ്ടതാണ് കേട്ടോ. തൃശൂർ ജില്ലാ ജയിലിൽ റിമാൻഡ് പ്രതിയായ യൂട്യൂബർ മണവാളത്തെ മുടിമുറിച്ചതിൽ പ്രതിഷേധവുമായി കുടുംബം രംഗത്ത്. മുഹമ്മദ് ഷഹീർ ഷായെ മനഃപൂർവ്വം മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായും കുടുംബം ആരോപിച്ചു. ഫിലിമില് ഇതുണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, അപ്പൊ മുടി മുറിക്കല്ല, അതിന് വേണ്ടി എനിക്ക് ഫോം എഴുതി വെക്കണം, അപേക്ഷ വെക്കണം എന്നൊന്നും പറഞ്ഞു. അത് അവർ കേൾക്കാൻ തയ്യാറായില്ല. കാരണം ഇനി പുറത്തേക്ക് വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭ്രാന്തനാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുള്ളൂ എന്നുള്ളത്. അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു. ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ടുള്ളത്. എന്നിട്ട് അത് മാത്രമല്ല, ഭ്രാന്താശുപത്രിയിൽ പോലും അന്ന് ഭക്ഷണം മോൻക്ക് അന്നത്തെ ദിവസം ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല അവര്. ജില്ലാ ജയിലിന് മുമ്പിൽ റീൽ ചിത്രീകരിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നു. ജയിൽ ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ മണവാളന്റെ കാര്യത്തിൽ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളൂ എന്നതാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. 2 കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് 9 മാസമായി ഒളിവിലിരുന്ന മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായെ തൃശൂർ വെസ്റ്റ് പോലീസ് പിടികൂടുന്നത്. കണ്ടില്ലേ, ഇതാണ് കുടുംബത്തിന്റെ പ്രസ്താവന. കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ എന്തൊക്കെ തെറ്റ് ചെയ്താലും മക്കള് അമ്മയ്ക്കും അച്ഛനും ഒക്കെ വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ എല്ലാവരെയും ഇങ്ങനെ ഈ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ എല്ലാവരെയും അവർ ചെയ്യുന്ന തെറ്റിനെ മറച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഒരു വലിയ തെറ്റ് തന്നെയാണ്. കേരള പോലീസിനെ ഒന്നടങ്കം തെറ്റ് പറയുന്ന ഈ കുടുംബം ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ മകൻ ഈ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് കേരള പോലീസ് പിടിച്ച് അകത്തിട്ടത്. പിന്നെ അവൻ്റെ മുടയും അവൻ്റെ ഈ സ്വഭാവവും അവൻ്റെ ഈ മുടിയും അവൻ്റെ ഈ പരിപാടിയെല്ലാം കണ്ടതുകൊണ്ടും ഒരു സ്റ്റേഷനിൽ കഴിയുന്ന ഒരു പ്രതിക്ക് സാമാന്യം വേണ്ട വൃത്തിയും കാര്യങ്ങളും മാത്രമേ അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിന് കൃത്യമായ രേഖകളും അവരുടെ കയ്യിലുണ്ട്.
അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ അറിയാൻ പറ്റും. ഇനി അതിനൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു. കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഉമ്മ മുടി മുറിച്ചു ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത്. അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശയും ട്രിം ചെയ്ത് മുറിച്ച് മാറ്റിയത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനിയെന്ന്. അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ അവന് കുഴഞ്ഞു വീണ് നോക്കുമ്പോ അവരെ വീണ്ടും അവനവിടുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ്, പിന്നെ പെരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഫിലിമില് ഇതുണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, അപ്പൊ മുടി മുറിക്കല്ല, അതിന് വേണ്ടി എനിക്ക് ഫോം എഴുതി അപേക്ഷ വെക്കണം എന്നാവും മോൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ മീഡിയ വണ്ണിന്റെ റീൽസിൽ വന്നൊരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ആ വീഡിയോയിൽ അവർ പറയുന്ന അവൻ്റെ മുടിയും എല്ലാം കുത്തിപ്പിടിച്ചിട്ട് അവൻ്റെ താടിയിലൊക്കെ കുത്തിപ്പിടിച്ചതിന് ശേഷം അവൻ്റെ മീശയും അവൻ്റെ താടിയെല്ലാം ട്രിം ചെയ്തു എന്നാണ്. പക്ഷെ അത്രയ്ക്കൊന്നും ട്രിം ചെയ്തിട്ടില്ല, അവർ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ബേസിക് മാനേഴ്സ് അവർ കീപ്പ് ചെയ്തു. ഞാനൊക്കെ ആയിരുന്നു ഈ മുഴുവനും വടിച്ചിട്ട് അവനെ അതിനകത്ത് വിടുകയുള്ളായിരുന്നു. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ചെറുക്കൻ്റെ മനോനില തെറ്റിയെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ അന്യൻ്റെ വിഷമത്തിൽ നമ്മൾ സന്തോഷിക്കുകയല്ല, പക്ഷേ ഇത്ര ഊളത്തരം ചെയ്യുന്നവർക്കെല്ലാം ഒരു മറുപടി ആയിരിക്കണം. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെല്ലാം ഇതൊരു മറുപടി ആയിരിക്കണം. ഇങ്ങനത്തെ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് കേരള പോലീസിന് അഭിനന്ദനങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മക്കളാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഈ രീതിയിൽ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തു, ഓക്കെ, പക്ഷേ ഇതൊന്നും കേരള പോലീസിന്റെ മുന്നിൽ വില പോവില്ല എന്നുള്ളത് ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും കുടുംബം ഒന്നുമില്ല, അതൊക്കെ കേരള പോലീസിന്റെ തെറ്റാണെന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം കണ്ടതാണ് ഈ ന്യൂസുകളെല്ലാം, അല്ലേ? എന്തൊക്കെ കാണണമല്ലേ ഇനിയിപ്പോൾ.